അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഈ സുന്ദരവേളയിൽ ഞങ്ങൾ ഇവിടെ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. കഥയുടെ പേര് ഉമ്മയാണ് താരം. അഹദേ നിന്നുടെ നാമത്താലെ ഞങ്ങൾ തുടങ്ങുന്ന അന്ത്യറസൂലി നമ്മിൽ ചൊന്ന കഥയൊന്നേ. അഹമ്മദ് നബി സ്വലാത്തും ചൊല്ലിക്കൊണ്ട് ഈ കഥ ഞങ്ങൾ മാന്യസുഖത്തിൻ മുമ്പിലേക്കിത് നീട്ടുന്നേ. മാന്യസുഖത്തിൻ മുമ്പിലേക്കിത് നീട്ടുന്നേ. അഹദേ നിന്നുടെ നാമത്താലെ ഞങ്ങൾ തുടങ്ങുന്ന അന്ത്യറസൂലി നമ്മിൽ ചൊന്ന കഥയൊന്നേ. അഹമ്മദ് നബി സ്വലാത്തും ചൊല്ലിക്കൊണ്ട് ഈ കഥ ഞങ്ങൾ മാന്യസദസ്സിൻ മുമ്പിലേക്കിത് നീട്ടുന്നേ. മാന്യസദസ്സിൻ മുമ്പിലേക്കിത് നീട്ടുന്നേ. ആദ്യം നമ്മൾ ചൊല്ലിയ വാചകം ഉമ്മ എന്ന വാക്കല്ലേ. ആ കരസ്പർശന ദർശനമെല്ലാം നമ്മൾക്കെന്നും തണലല്ലേ. അമ്മിഞ്ഞ പാലിന്റെ മധുരം ഒരു നാളും മറക്കല്ലേ. മറക്കല്ലേ സഹോദരേ, നമ്മുടെ മാതാവിന്റെ കണ്ണുനീർ വീട്ടാതെ നാം നോക്കണം. മാതാവിൻ കാലിൻ കീഴിലാണ് സ്വർഗലോകം എന്ന വചനം നമ്മൾ ഓർക്കണം. എന്ന വചനം നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്കുകൾ. നാം എല്ലാം കഥ കേൾക്കുന്നവരും ആസ്വദിക്കുന്നവരും ഒക്കെയാണ്. ഏതൊരു കഥക്കും ഉണ്ടാകുന്നല്ലോ ചില ഗുണപാഠങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക കഥകൾക്ക്. അതുകൊണ്ട് കഥാസ്വാദനത്തിൽ വലിയ അത്തരം ഗുണപാഠങ്ങൾ നാം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴേ നാം ആ കഥയോട് ശരിയായ വിധം പ്രതികരിച്ചവരാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ കഥയിൽ നമുക്ക് രണ്ട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ജന്മം നൽകിയ മാതാവ് നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് പെട്ടെന്ന് സ്വീകരിക്കും. അതിന്റെ ഫലം നാം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. മറ്റൊന്ന്, ഒരു സത്യവിശ്വാസി ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ തീർച്ചയായും അള്ളാഹു അവന്റെ രക്ഷക്കെത്തും. ഇതാണ് അവ രണ്ടും. ഈ കഥ ഒരു കാലിക പ്രസക്തമായ കഥയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ തന്റെ സുഖ സൗകര്യങ്ങൾക്ക് വിഘാതമാകുമോ എന്ന് ഭയപ്പെട്ട് വൃദ്ധസദനങ്ങളിലും മറ്റും തള്ളുകയും അതുപോലെ തന്നെ ഇന്നലെ കയറി വന്ന് തന്റെ പ്രിയതമ്മയുടെ തലയണ മന്ത്രവും മറ്റും കേട്ട് നൊന്തുപറ്റ മാതാവിനെ കഷ്ടപ്പെടുത്തുകയും അവരെ കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ മക്കൾക്ക് തീർച്ചയായും ഈ കഥ ഒരു പാഠമാണ്. അതുകൊണ്ട് അത്തരക്കാരെ ഈ കഥ മാനസാന്തരപ്പെടുത്തുമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കഥാനായകന്റെ പേര് ജുറൈജ് എന്നാണ്. അദ്ദേഹത്തിന്റെ താമസം ഒരു മലമുകളിലാണ്. എന്തിനാണ് അദ്ദേഹം മലമുകളിൽ താമസിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമിക്കാനും സ്തുതിക്കാനും മഹദോനെ വാഴ്ത്തിടാനും മലമുകളിൽ അവർ കഴിയും. സർവ ലൗകിക ചിന്തകളും വെടിഞ്ഞവർ അഹദോന്റെ സ്മരണയിൽ മാത്രം മുഴുകുന്നേ. നമിക്കാനും സ്തുതിക്കാനും മഹദോനെ വാഴ്ത്തിടാനും മലമുകളിൽ അവർ കഴിയും. സർവ ലൗകിക ചിന്തകളും വെടിഞ്ഞവർ അഹദോന്റെ സ്മരണയിൽ മാത്രം മുഴുകുന്നേ. റബ്ബെന്ന ചിന്തയാലെ മഹാനവർ കഴിയുന്നു. റഹ്മാനിൽ ഇബാദത്തിൽ സദാ സമയം മുഴുകുന്നു. റഹ്മത്തും ബറക്കത്തും മഹദാവൻ ചൊരിയുന്നു. ദിനരാത്രങ്ങൾ പലതും പൊഴിയുന്നു. മഹാനവർ ദുനിയാവിന്റെ ബന്ധമൊഴിക്കുന്നു. അഹദോനിൽ ഏറ്റമേറ്റം അടുക്കുന്നു. ഏറെ ശുക്ർ ചെയ്തിടുന്നു. നമിക്കാനും സ്തുതിക്കാനും മഹദോനെ വാഴ്ത്തിടാനും മലമുകളിൽ അവർ കഴിയും. സർവ ലൗകിക ചിന്തകളും വെടിഞ്ഞവർ അഹദോന്റെ സ്മരണയിൽ മാത്രം മുഴുകുന്നേ. പ്രിയമുള്ളവരെ, മലമുകളിൽ അദ്ദേഹം താമസിക്കുന്നതിൽ ലക്ഷ്യം മറ്റൊന്നുമല്ല, ആരുടെയും ഒരു ശല്യമില്ലാതെ ഏകനായി സ്വസ്ഥമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അത്രമാത്രം. അങ്ങനെ ലൗകികമായ എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അദ്ദേഹം ദിനരാത്രങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു? ഒരു ദിനമേ മാതാവെത്തി തൻ കനിമോനെ വിളിച്ചിടുന്നു. അതിനുള്ള മറുപടി കിട്ടാത്തവരെ നിരാശയിലായി പലവട്ടം ആവർത്തിച്ചു
അവസാനം തന്റെ സങ്കടം റബ്ബിൽ നീട്ടിടലായി. ഒരു ദിനമിൽ മാതാവെത്തി തങ്കനി മോനെ വിളിച്ചിടുന്നു. അതിനുള്ള മറുപടി കിട്ടാത്തവരെ നിരാശയിലായി. പ്രിയമുള്ളവരെ, ഒരു ദിവസം അവരുടെ വൃദ്ധയായ മാതാവ് അദ്ദേഹത്തെ കാണാൻ വളരെ കഷ്ടപ്പെട്ട് മലമുകളിലെത്തി അദ്ദേഹത്തെ വിളിച്ചു. പക്ഷെ അദ്ദേഹം ആ വിളിക്ക് ഉത്തരം ചെയ്തില്ല. കാരണം അദ്ദേഹം സന്നദ്ധ നിസ്കാരത്തിലായിരുന്നു. പിറ്റേ ദിവസവും അവർ വന്ന് മകനെ വിളിച്ചു. നിസ്കാരത്തിലായതുകൊണ്ട് അന്നും അദ്ദേഹം ഉത്തരം ചെയ്തില്ല. സ്വാഭാവികമായും നൊന്തുപറ്റ മാതാവിന്റെ മനസ്സ് മോഹിച്ചു. അങ്ങനെ അവർ തന്റെ സങ്കടം റബ്ബിലേക്ക് സമർപ്പിക്കുകയാണ്. റബ്ബേ എന്റെ ഈ പ്രാർത്ഥന കേൾക്കണേ, റബ്ബേ എന്റെ ഈ ചേട്ടൻ കബൂലാക്കണേ, എന്റെ മോനെ നീ നാദ കൊടുക്കണേ, എന്റെ മോനെ നീ മാനം കെടുത്തണേ. റബ്ബേ എന്റെ ഈ പ്രാർത്ഥന കേൾക്കണേ, റബ്ബേ എന്റെ ഈ ചേട്ടൻ കബൂലാക്കണേ, എന്റെ മോനെ നീ നാദ കൊടുക്കണേ, എന്റെ മോനെ നീ മാനം കെടുത്തണേ. എത്രയോ നേരം ഞാൻ വിളിച്ചില്ലേ, ജവാബനൊട്ടും നൽകില്ല. എത്രയോ ത്യാഗം ഞാൻ സഹിച്ചില്ലേ, അക്കാര്യം പോലും അവൻ ഓർത്തില്ല. റബ്ബേ എന്റെ ഈ പ്രാർത്ഥന കേൾക്കണേ, റബ്ബേ എന്റെ ഈ ചേട്ടൻ കബൂലാക്കണേ, എന്റെ മോനെ നീ നാദ കൊടുക്കണേ, എന്റെ മോനെ നീ മാനം കെടുത്തണേ. റബ്ബേ എന്റെ ഈ പ്രാർത്ഥന കേൾക്കണേ, റബ്ബേ എന്റെ ഈ ചേട്ടൻ കബൂലാക്കണേ, എന്റെ മോനെ നീ നാദ കൊടുക്കണേ, എന്റെ മോനെ നീ മാനം കെടുത്തണേ. അതെ, അവർ പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, ഏറെ കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. പക്ഷെ എന്നെ ഒന്ന് നോക്കാനോ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യാനോ എന്റെ മോൻ തയ്യാറായില്ല. അതുകൊണ്ട് റബ്ബേ, എന്നെ അവഗണിച്ച് എന്റെ മോനെ നീ മാനം കെടുക്കണേ. ഒരു വേശ്യ മുഖേന അവനെ നീ വശമാക്കണേ. അവർ റബ്ബിനോട് മനം ഒരുക്കി പ്രാർത്ഥിച്ചു. ചുരുക്കി പറയട്ടെ, നൊന്തുപറ്റ ആ മാതാവിന്റെ കണ്ണുനീരിനെ വില കൽപ്പിച്ചുകൊണ്ട് ആ പ്രാർത്ഥന അവൻ സ്വീകരിച്ചു. അതിന്റെ പ്രതിഫലനമെന്നാണ് അദ്ദേഹത്തിനെതിരെ ഒരു ഗൂഢാലോചന രൂപപ്പെടുകയാണ്. എന്തായിരുന്നു?